പിന്നീട് സ്റ്റണ്ടിലേക്കൊക്കെ എങ്ങനെയാണ് തിരിയുന്നത് സിനിമയിൽ? സിനിമ ഫൈറ്റിലേക്ക് വരുന്നത് മാർഷൽ ആർട്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണ്ടായിരുന്നു. അന്നും പക്കാ ഫിറ്റായിരുന്നു ഞാൻ. 2012 തോന്നുന്നു. ഫുട്ബോളും ഡാൻസും മാർഷൽ ആർട്സ് എല്ലാം ചെയ്ത് നല്ല ഫിറ്റ്നസ് ഉണ്ടായിരുന്നു നല്ല. അപ്പൊ അന്നൊരു ഓഡീഷൻ വന്നു ഈ കൈരളി ചാനലിന്റെ റിയാലിറ്റി ഷോ ആണ്. അപ്പൊ അതിലിപ്പോ അറ്റൻഡ് ചെയ്ത് ഓഡീഷനിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് എല്ലാത്തിനും നല്ല ഇതിൽ വന്നു. അപ്പോൾ അവിടെ സെലക്ഷനായി. ആ ആക്ഷൻ കിലാടി 1 വർഷത്തോളം ഉണ്ടായിരുന്നു ഈ ചാനലിൽ ആ പരിപാടി. അതിലാണല്ലേ പ്രൈസ് മണി കിട്ടാതിരുന്നേ? അതില് ഫസ്റ്റ് അടിച്ചിട്ട് പ്രൈസ് മണി കിട്ടിയില്ല. അത് പിന്നെ റിയാലിറ്റി ഷോയിൽ പോയിട്ടില്ല. പോയിട്ടില്ല. പിന്നെ ആ റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് നമ്മുടെ ശശി സാറായിരുന്നു ആ റിയാലിറ്റി ഷോ സ്റ്റണ്ട് മാസ്റ്റർ. അഡ്വഞ്ചർ റിയാലിറ്റി ഷോ ആയിരുന്നല്ലോ. അപ്പൊ ശശി സാറിന്റെ ആക്ഷൻസും സീക്വൻസ് ഒക്കെ എല്ലാം കണ്ട് ഇതിന് മുമ്പേ എനിക്ക് ബ്രൂസിലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലേ മുതൽ. അപ്പൊ ഞാൻ ഇങ്ങനെ സിനിമ കാണുമ്പോ തന്നെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇതിന്റെ ടെക്നിക്കൽ വൈസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള ഇതില്. അപ്പൊ ഈ ഇങ്ങനൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മൾ നേരിട്ട് കാണുന്നില്ല. അപ്പൊ ശശി സാറിന്റെ വർക്കുകൾ അതിന്റെ മെത്തേഡാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ശശി സാറിന് 2 അസിസ്റ്റൻസ് ഉണ്ട്. അസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ഫൈറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു കോർഡിനേഷനാണ് ഈ ഫൈറ്റ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. പിന്നെ ക്യാമറ, ഇത് എഡിറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഞാൻ ചെന്ന് നോക്കിക്കൊണ്ടിരുന്നത്. വെച്ചാൽ ഇത് ഞാൻ ശരിക്കും ആ വർക്കിൽ 1 വർഷം ഇതെല്ലാം പഠിക്കണമായിരുന്നു ശരിക്കും. ഈ ഇവരുടെ ആക്ടിവിറ്റീസൊക്കെ ആക്ഷൻസ് കംപ്ലീറ്റ് ഞാൻ പെർഫോമൻസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ പക്ഷേ ഇവരുടെ ആക്ടിവിറ്റീസ് ആണ് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഇവരെങ്ങനെയാണ് ആ റോപ്പൊക്കെ ചെയ്യണത്. അപ്പം എൻ്റെ അടുത്ത് ആക്ഷൻസ് ഉണ്ടല്ലോ, ഞാൻ മാർഷൽ ആർട്സ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ല. അത് നമ്മുടെ ഒരു ഫൈറ്റ് സിനിമയിൽ ഫൈറ്റ് ചെയ്യേണ്ട മെത്തേഡ് തന്നെ ഭയങ്കര വ്യത്യാസമാണ്. അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ശശി സാറിൻ്റെ ആ മെത്തേഡിലൂടെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. ശശി സാറിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വർക്കുകൾ ശശി സാർ വിളിച്ചിട്ടുണ്ട് തന്നെ ഫൈറ്ററായിട്ട്. അങ്ങനെ പോയി പടങ്ങളിലൊക്കെ ഇടികൊള്ളണ വീഴണം. ഈ സുരേഷ് ഗോപിയുടെ പടത്തിലൊക്കെ ഉണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ. ഇത് മിഷൻ കാർഗിൽ എന്ന് പറഞ്ഞ പടത്തിലാണ് ആദ്യം ഞാൻ ശശി സാറിനെ കൂടി ആയിരുന്നു. പിന്നെ സീരിയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ സാറിനെ കൂടി പോയിട്ടുണ്ട്. ഈ മിഷൻ കാർഗില് ഫൈറ്റ് ആയിട്ട് ഇങ്ങനെ മാസ്ക് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഒരു തീവ്രവാദികളുടെ ഇതിലൊക്കെയാണ്. ഈ അല്ലു അർജുൻ്റെ പടത്തിലൊക്കെ ഫൈറ്ററായിട്ടുണ്ട്. പക്ഷെ അത് നമ്മളറിയില്ല. നമ്മൾ ഫൈറ്റേഴ്സിന് അവര് ഇത് കാണിക്കില്ല. കുറെ പടങ്ങളിലുണ്ട്. അങ്ങനെയാണ് ഈ ഫൈറ്റിങ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ അന്ന് മുതലേ എൻ്റെ മനസ്സിൽ ഉണ്ട് ഒരു ഫൈറ്റ് സിനിമയിൽ ഡിസൈൻ ചെയ്യണം, കോറിയോഗ്രാഫി ചെയ്യണം, ഡാൻസും അതുപോലെ തന്നെ ഡാൻസും കോറിയോഗ്രാഫി ചെയ്യണം എന്നുള്ള അന്ന് മുതൽ ഉണ്ട്. ഈ കഴിഞ്ഞിടക്കാണ് ഇതായത്. പുതിയ പടം ചെയ്യുന്നെന്ന് പറഞ്ഞു. പുതിയ പടത്തിന്റെ പേര് ഒരു കടത്തനാടൻ കഥ. അത് ഇപ്പൊ അതില് നല്ല അഭിപ്രായം വന്നായിരുന്നു. റിയലിസ്റ്റിക് ആയിട്ട് ചെയ്ത, ഒരു എക്യുപ്മെന്റ്സും ഇല്ലാതെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്ത ഒരു വർക്കാണത്. അവർക്ക് അത്ര ബഡ്ജറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ബഡ്ജറ്റിൽ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അതായത് പുതിയൊരു റിലീസായി ഷാഹിദ് സിദ്ദീഖാണ് അതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞ് പിന്നെ വർക്കൊന്നും വന്നില്ല. ഡബിങ്ങില് ഹിന്ദിയിൽ അത് ഡബ് ചെയ്ത് പോയിട്ടുണ്ട്. ചാനലിൽ കിടക്കുന്നുണ്ട്. അതിനുശേഷം ശേഷം അതല്ലേ അവസ്ഥ. ഈ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെയാണ് ലോക്ക്ഡൗൺ ആയത്. നമ്മുടെ കൊറോണ വില്ലൻ വന്ന് നമ്മളെ ഇല്ലാണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് 3 വർക്ക് ആ വർക്ക് കഴിഞ്ഞിട്ട് 3 വർക്ക് കമ്മിറ്റ് ആയിരുന്നു. ഒരെണ്ണം തമിഴ്, ഒരെണ്ണം കന്നഡ വന്നായിരുന്നു. കന്നഡയിൽ ഞാൻ കഴിഞ്ഞ വർക്ക് കണ്ടുകൊണ്ട് തന്നെ ഒരു ഫൈറ്റ് മാസ്റ്റർ വിളിച്ചിട്ട് ഒരു ക്യാരക്ടർ എനിക്ക് തന്നായിരുന്നു. കന്നഡയിൽ പോയി ഒരു വില്ലൻ വേഷം ഞാൻ ചെയ്ത്. അല്ല ചേട്ടാ, ഇതിനിടയ്ക്ക് ചേട്ടൻ മൈക്കിൾ ജാക്സന്റെ, അതായത് സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന കാര്യം പറഞ്ഞു. സിംഗിൾ പെർഫോമറാണ്, മൈക്കിൾ ജാക്സൺ ആണ് പറഞ്ഞു. അപ്പോൾ ഈ ഇവിടെ കൊച്ചിൻ കലാഭവനിലായിരുന്നു ഉണ്ടായിരുന്നത് അതോ? അല്ല, അത് ഞാൻ ഡാൻസ് പഠിക്കണത് നമ്മുടെ ജോൺസൺ സാറില്ലേ, അരിയാടി ജോൺസൺ സാറാണ് എൻ്റെ മാസ്റ്റർ. പുള്ളിയുടെ ട്രൂപ്പിലാണ് ആദ്യം കളിച്ച് വന്നത്. അപ്പൊ വലിയൊരു ട്രൂപ്പായിരുന്നു. കൊച്ചിൻ ഡാൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കിടുങ്ങും അതിൽ ട്രൂപ്പായിരുന്നു. അന്ന് എബിസ് കൊച്ചിൻ, നമ്മുടെ രാജേഷ് മാസ്റ്ററിന്റെ ഇലക്ട്രോ ബാറ്റിൽസ്, പിന്നെ നമ്മുടെ കൊച്ചിൻ ഡാൻസ് ഗ്രൂപ്പ്. ഈ 3 ഗ്രൂപ്പുമാണ് അവിടെ മെയിൻ. എന്ന് വെച്ചാൽ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു മത്സരങ്ങളുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഡാൻസ് എന്ന് പറഞ്ഞാൽ
ഒരുപാട് ഓഡിയൻസ് വന്നിരിക്കുമായിരുന്നു ഡാൻസ് കാണാൻ. ആ സ്റ്റേജിലാണ് പെർഫോം ചെയ്തേക്കുന്നത്. ഇപ്പൊ ഷോക്ക് എന്ന് പറഞ്ഞൊരു ഈ വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഇവിടെ ഈ മരടിൽ. അതുകൂടാണ് തിരുവനന്തപുരത്തുണ്ട്, തൃപ്പൂണിത്തുറ, പിന്നെ ഐപ്പിൻ, അങ്ങനെ ഒരുപാട് സ്റ്റേജുകൾ, ഒരുപാട് ഓഡിയൻസ് വന്ന സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര അഭിമാനത്തോടെ പറയാം. ഒരുപാട് ജനസാഗരമായിരിക്കും. അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആയിരുന്നു ഈ മത്സരം എന്ന് പറഞ്ഞാൽ. അവിടെ നിന്ന് വിൻ ചെയ്ത് പോകുന്നുണ്ട് ഞങ്ങള്. പല പല സ്റ്റേജുകളിലും ഞങ്ങൾ ടീമായിട്ട് കപ്പടിച്ചിട്ട് പോകുന്നുണ്ട്. അതൊരു ലൈഫായിരുന്നു. അത് എൻജോയ് ചെയ്യാനുള്ള നമുക്ക് ആ ഒരു ഭാഗ്യമൊക്കെ കിട്ടി. അപ്പൊ അങ്ങനെ ഡാൻസിന്റെ ഇതിലേക്ക് മാറണം. അപ്പൊ അങ്ങനെ ഒരു നാള് കഴിഞ്ഞപ്പോ ഇതെല്ലാം മത്സരങ്ങളെല്ലാം മാറി വേറൊരു രീതിയായില്ല. ഇപ്പൊ എല്ലാരും വളർന്ന് കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ ആന്ന് കഴിഞ്ഞപ്പോ സ്പ്ലിറ്റ് ആയി. പക്ഷെ ഞാൻ മാത്രം ഡാൻസുമായിട്ട്. എന്റെ സൗഹൃദത്തിൽ 1-2 പേരുണ്ട് ഇവിടെ സുവിചേച്ചിയുടെ ഒപ്പം ഡാൻസ് കളിച്ചവരൊക്കെ നമ്മുടെ സൗഹൃദത്തിലുണ്ട്. അവരെന്നിട്ട് ഇതുപോലെ വൈകുന്നേരം ഒക്കെ കൂടുമ്പോ എടാ അന്ന് നമ്മൾ അവിടെ പോയി കളിച്ചില്ലേ, ഇവിടെ പോയി കളിച്ചില്ലേ പറയാറുണ്ട്. എൻജോയ് ചെയ്ത കാലഘട്ടങ്ങളാണ്. അപ്പൊ അവസാനം ഞാൻ മാത്രമാണ് ഡാൻസുമായിട്ട്, ജോൺസൺ സാർ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ പെർഫോമറായിട്ട് ഞാൻ മാത്രമാണ് നിലനിന്നത്. 10-15ഓളം പേര് ഞങ്ങളുടെ ട്രൂപ്പിലുണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളായിരുന്നു കേട്ടോ അവര്. പക്ഷെ കല്യാണമൊക്കെ കഴിച്ച് അവിടെ സ്പ്ലിറ്റ് ആയിട്ട് പിന്നെ അതിൽ ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട്. അങ്ങനെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ കല്യാണം കല്യാണത്തിന്റെ കാര്യം പറയാം. അങ്ങനെ ഇത് കല്യാണം പറയുമ്പോ സ്കിപ്പ് ആവുന്നു. കലാഭവനിലേക്ക് വന്ന് 6 വർഷം കലാഭവനിൽ ഡാൻസ് പെർഫോം ചെയ്തു. അത് അന്നും ഈ ട്രൂപ്പിൽ കളിക്കുമ്പോൾ MJ ഈ ഫാനായിരുന്നു ഞാൻ. അപ്പോൾ MJ കളിക്കുമായിരുന്നു, ഒരു പ്രോഗ്രാമിനൊക്കെ കളിക്കുമായിരുന്നു. അങ്ങനെ സോബി സാറിന്റെ ടീമിലാണ് കളിച്ചു തുടങ്ങിയത്. കലാഭവൻ സോബി സാറിന്റെ ടീമിൽ 6 വർഷത്തോളം കലാഭവനിൽ കളിച്ചു. അപ്പോൾ ഒരു കലാഭവൻ പേരും എനിക്ക് കിട്ടി. കലാഭവനിൽ കളിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ. മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് മാത്രം. പിന്നെ എങ്ങനെയാണ് ഈ ഒരു പേര് റാംബോ സ്റ്റാൻലി? റാംബോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു റിയൽ ഫൈറ്റർ എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഞാൻ എന്റെ ഫൈറ്റ് സ്റ്റൈലിഷ് ആയിരുന്നേ, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ബ്രൂസ്ലി സ്റ്റൈലിലാണ് ഞാൻ ബൗട്ടിൽ ഫൈറ്റ് ചെയ്യണത്. അപ്പൊ ചെറിയ ചെറിയ കുട്ടികളുണ്ട്, ഭയങ്കര ഫാനായിരുന്നു എന്റെ. ഞാൻ അന്ന് നിപ്പിലൊക്കെ ഫ്ലിപ്പ് ചെയ്യായിരുന്നു. ആരും ചെയ്യില്ല ആ സമയത്ത്, ഫ്രണ്ടും ബാക്കൊക്കെ ഒന്നും ചെയ്യില്ലായിരുന്നു. അന്ന് മുടി ഉണ്ടായിരുന്നേ, മുടി ഞാൻ ഫൈറ്റിന് ഇറങ്ങാൻ നേരത്ത് ഒരു റിബണൊക്കെ ഇങ്ങനെ കെട്ടിട്ട് ഇറങ്ങണത്. അന്നത്തെ കാലത്ത് 25-22 വയസ്സുള്ള ആ സമയത്തൊക്കെ ഇരുന്നത്. അപ്പോൾ റാംബോ ആ സമയത്തൊക്കെ റാംബോ ഒക്കെ ഇങ്ങനെ തളച്ച് ഭയങ്കര ഇതായിട്ട് നടക്കുന്ന സമയമല്ലേ. അപ്പൊ കുട്ടികൾ വിളിച്ചതാണ് റാംബോ എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്ത് പിൻ ചെയ്തോണ്ടിരിക്കുമ്പോ റാംബോ 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 എന്ന് പറഞ്ഞ അങ്ങനെ വിളിക്കും. ഇങ്ങനെ നമ്മളുടെ ഗ്യാങ് ഇങ്ങനെ നിക്കണായിരിക്കുമല്ലോ, കുട്ടികളുണ്ടാവും, എല്ലാരും ഉണ്ടാവേ. ഈ ഞങ്ങളുടെ ടീമായിട്ടാണല്ലോ മത്സരത്തിനൊക്കെ പോണത്. അപ്പൊ അങ്ങനെ വിളിച്ച് കിട്ടിയ പേരാണ് ഇങ്ങനെ റാംബോ റാംബോ. കല്യാണത്തെ കുറിച്ച് പറഞ്ഞില്ല എന്നോട്. മാരേജിന്റെ ലേറ്റ് ആവാൻ ഇപ്പോഴും ഇല്ല. ലേറ്റ് ആവാൻ കാരണം ഇത് തന്നെ, വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിരുന്നേ. അപ്പോൾ ഈ സ്കൂളിൽ പോകണോണ്ട് നമ്മുടെ ഒന്നും പൈസ ഒന്നും കിട്ടൂലല്ലോ, അധികം പൈസ ഒന്നും അവർക്ക് തരാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇൻകം കണ്ടെത്തിയത് ഇങ്ങനെ ഡാൻസ് കളിച്ചും ഈ ഫുട്ബോൾ കളിക്കാൻ പോകും, സെവൻസ് കളിക്കാൻ പോയും കിട്ടണ പൈസ കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകണതല്ല.